താമരശ്ശേരി ചുരം 6-ാം വളവിൽ വീണ്ടും കണ്ടെയ്നർ ലോറി കുടുങ്ങിയത് ഇന്നലെ അർദ്ധരാത്രിയാണ്. 1.5 മണിക്ക് കുടുങ്ങിയ കണ്ടെയ്നർ ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയത് രാവിലെ 6 മണിയോടെയാണ്. ലോറി മാറ്റിയതോടെ ചുരത്തിലെ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ദൃശ്യ പുതിയടത്തതിൻ്റെ അപ്ഡേറ്റ് നൽകും. ദൃശ്യ, ഗതാഗത തടസ്സം ഇപ്പോൾ പൂർണ്ണമായും നീക്കിയെന്ന വിവരമാണോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞോ ഗതാഗതം? സൈഫ, തീർച്ചയായും ഈ ഇന്നലെ പുലർച്ചെ 1:30-യോടെ ആണ് ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് കണ്ടെയ്നർ കുടുങ്ങിയത്. 6 മണിയോടെയാണ് അത് ക്രെയിനൊക്കെ ഉപയോഗിച്ച് മാറ്റുന്നത്. ഇതിന് ശേഷം ഈ വലിയ ഒരു 100ഓളം വലിയ ചരക്ക് ലോറികളുടെ നീണ്ട നിര തന്നെ താമരശ്ശേരി ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ചുരം സംരക്ഷണ സമിതിയും പോലീസും ഒക്കെ ഇടപെട്ടാണ് അല്പസമയം മുൻപ് ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും നീക്കിയത്. വാഹനങ്ങൾ സാധാരണഗതിയിൽ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ 6-ാം വളവിൽ നിരന്തരം വാഹനങ്ങൾ കുടുങ്ങുന്ന ഒരു സംഭവങ്ങളുണ്ട്. ഈ 6-ാം വളവിൽ തന്നെയാണ് തുടർച്ചയായി വാഹനങ്ങൾ കുടുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുരം സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. ഇതിനു മുൻപും ഇവർ ഈ ഒരു ഗതാഗത കുരുക്കിനെ കുറിച്ച് ഒരുപാട് പരാതികളും മറ്റും നൽകിയതാണ്. ഇന്നും ഈ ചുരം സംരക്ഷണ സമിതിയും പോലീസും ഇടപെട്ട് തന്നെയാണ് ഈ മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഗതാഗത കുരുക്ക് നീക്കിയത്. എന്തായാലും ഇപ്പോൾ അവിടെ വാഹനങ്ങൾ സാധാരണഗതിയിൽ ഓടി തുടങ്ങിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓടി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഗതാഗത കുരുക്കിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്.